ഇന്ന് ഞാൻ സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ മക്കൾ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കട്ടൻ ചായ ഇതെന്താന്ന് ചോദിച്ചു നോക്കട്ടെ. അമ്മയ്ക്ക് എന്താ തോന്നുന്നു കണ്ടിട്ട്? അമ്മയ്ക്ക് എന്ത് തോന്നുന്നു ആദ്യമായിട്ട് എന്താ ഉണ്ടാക്കിയെന്ന്? ആദ്യം അമ്മയുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? ഞാൻ അവിടുന്ന് കയറി വന്നപ്പോ എനിക്ക് കപ്പ പോലെ കപ്പ ചിപ്സ് പോലെ തോന്നിയത്. തിന്നു നോക്കിയപ്പോ അത് കിഴങ്ങാണ് മനസ്സിലായി. ഇതിൽ എണ്ണയൊന്നുമില്ല അല്ലേ? ഇത് കിഴങ്ങ് ഫ്രൈ ആണ്, അതായത് നമ്മുടെ പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കിയതാണ്. എണ്ണയില്ല, എന്താ എണ്ണയില്ല, പക്ഷെ വേറൊരു സാധനം യൂസ് ചെയ്തിട്ടുണ്ട്. എണ്ണയ്ക്ക് പകരം നമ്മൾ നെയ്യ് ഉപയോഗിച്ചു. ലക്ഷൂറിയസ് പൊട്ടറ്റോ ഫ്രൈ ആണ്. എന്റെ അമ്മേ, ഇത് രാജാക്കന്മാർ കഴിച്ചോണ്ടിരുന്ന സാധനം. എന്റെ മാതാവേ, അത് നമ്മള് കഴിക്കും. നമ്മള് വൈകുന്നേരത്തേക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയൊരു ലഘു അമ്മ പലഹാരം. അമ്മയെ സന്തോഷിപ്പിക്കാനോ? നമുക്കൊന്നുമില്ല, അമ്മയ്ക്കൊരു ആശ്വാസം ആയിക്കോട്ടെ എന്ന്. പറഞ്ഞല്ലേ, കാണുമ്പോ നമ്മുടെ സാധാ ലേസ് പോലെയാണല്ലോ, വേറൊരു ടേസ്റ്റ്. നെയ്യ് ഉപയോഗിച്ചതിന്റെ രുചി ഒരു വേറെ രുചിയാ അതിന് മൊത്തത്തില്. അതായത് നെയ്യ് ഒന്നാമത്തെ കാര്യം നമ്മൾ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്, അത് കുറച്ചൊന്ന് ഇതായിട്ട് ഇരിക്കുകയായിരുന്നു, ബേണായി ഇരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഫ്ലേവർ ആണ് അല്ലേ വരുന്നത്? അതല്ലേ നല്ല രുചിയാണ്. അത് നമുക്ക് പൊന്നോട് ഓരോന്നായിട്ട് ചോദിക്കാം. എന്തായാലും പൊന്ന കഴിക്കരുത്, പൊന്നം പറഞ്ഞാൽ ഞങ്ങള് കഴിക്കും. നല്ല രുചി. ഞങ്ങൾ ആദ്യം ഉപ്പിടാത്തപ്പോ ഒരു രുചി ഉണ്ടായിരുന്നു, ഉപ്പിട്ട് കഴിഞ്ഞപ്പോ നല്ല രുചിയായി മാറി. പ്രോസസ്സുകൾ പറയാം. ആദ്യം നമ്മള് ഒരു 5 കിഴങ്ങ് തൊലിയൊക്കെ ചെത്തി. ഇത് ഞാൻ ഇത് ശ്രമിക്കണം. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പോലെ ഇതുവരെ പറഞ്ഞില്ല. എന്താ ഇതെങ്ങനെയാ നമ്മൾ ഉണ്ടാക്കി? അതാണ് ഹൈലൈറ്റ്. സാധനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവനിൽ വെച്ച് വറുത്തെടുത്ത എല്ലാം പൈസ മുടക്കി. അതാണ് അതാണ് പറഞ്ഞേ രാജാക്കന്മാരുടെ ഭക്ഷണം എന്ന് പറഞ്ഞേ. ഓവനിൽ നിന്ന് വറുത്തെടുത്ത കിഴങ്ങ് പൊരിച്ചത്, അതാണ് ഞാൻ ഇട്ട പേര്. നഷ്ടം. ഇനി പറഞ്ഞു, അത് പൊട്ടറ്റോ ചിപ്സ് ആണ്, ഓവനിൽ ഉണ്ടാക്കിയ പൊട്ടറ്റോ ചിപ്സ്. അതാണ് സംഭവം. ഇത് എല്ലാ തലങ്ങളിൽ നിന്നും ലക്ഷൂറിയസ് ആണ്, പക്ഷെ ഒരു തലത്തിൽ ഒഴിച്ച അത് പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ വന്നതിന്റെ പ്രിപ്പറേഷൻ മതി. ആദ്യം നമ്മള് ഒരു 5 ഉരുളക്കിഴങ്ങ് എടുത്ത് കഴുകി അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് നല്ല കുനുകുനാന്ന് കരിയ വട്ടത്തിൽ കുറച്ചു നേരം തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് വെക്കണം. പച്ചവെള്ളത്തിലല്ല ഐസ് വെള്ളത്തിൽ. അപ്പൊ ഇതിലെ ഇതെന്ന് പോയാൽ എന്താ സ്റ്റാർച്ച് പോകില്ല. പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിനകത്ത് 5 മിനിറ്റ് 2 മിനിറ്റ് കഴുകി ഒന്ന് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഒരു മുണ്ട് വിരിച്ച് അതിനകത്ത് കുറച്ച് നേരം വെള്ളം ഒന്ന് ഈർപ്പൊന്ന് പോകാൻ വേണ്ടി കുറച്ച് നേരം വെച്ച് നിരത്തി വെച്ച് പിന്നെ കുറച്ച് ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ച് ഓവനിൻ്റെ അടിയിലുള്ള ഒരു കറങ്ങുന്ന പ്ലേറ്റിൽ എടുത്ത് ആദ്യം നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല നെയ്യെടുത്ത് നമ്മൾ നെയ്യെടുത്ത് വെച്ചില്ല. സാധാരണ വെണ്ണ തേച്ചാലും എണ്ണ തേച്ചാലും മതി, വെളിച്ചെണ്ണ തേച്ചാലും മതി. നമ്മളൊരു പരീക്ഷണാർത്ഥം നെയ്യ് എടുത്ത് അത് തേച്ചെന്ന് പറഞ്ഞാൽ അധികം അമ്മ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കുന്ന കണ്ടുകൊണ്ടാണ് അത് എടുത്ത് ഉണ്ടാക്കിയത്. അത് പറഞ്ഞാൽ നെയ്യ് എടുത്തെന്ന് പറഞ്ഞാൽ ഒരു കൈ വിരലിൽ കുറച്ച് തോണ്ടിയിട്ട് അതിൽ സ്പ്രെഡ് ചെയ്തുള്ള ഭയങ്കര ഇതാക്കിയിട്ടില്ല. വെള്ളം തേച്ച് വെച്ച് കുറച്ച് ഇതിലും തേച്ച് 5 മിനിറ്റ് വെച്ചു. ആദ്യം 3 മിനിറ്റ് ആണ് വെച്ചത്. പക്ഷെ ഇതില് വെള്ളം ഞങ്ങൾ കുറച്ച് പിടപ്പ് കാണിച്ചിട്ട് അധികം ഉണക്കാൻ വെച്ചില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അമ്മേ. അത് ഈ വെള്ളം ആവിയായിട്ട് ഇത് ഉണങ്ങി. അപ്പോഴാണ് 3 മിനിറ്റ് വെച്ചപ്പോഴാണ് ആദ്യത്തെ ഡ്രൈ ആയി വന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 3-3.5 മിനിറ്റ് വെച്ചപ്പോഴാണ് ഇത് വറക്കാൻ തുടങ്ങിയത്. ഏറ്റവും ദിവസം തിരിച്ചും മറിച്ചിടേണ്ടി വന്നില്ല. ഒരു സൈഡിൽ തന്നെ ഓവൻ ആയതുകൊണ്ട് മൈക്രോവേവിങ് ആയതുകൊണ്ടാണ് തോന്നുന്നത് ഒരൊറ്റ 2 സൈഡിലും ഒരൊറ്റ ഇതിൽ തന്നെ വറുത്ത് കിട്ടി. ഈ 5 ഉരുളക്കിഴങ്ങ് എന്ന് പറയുമ്പോൾ കുറെ ഉണ്ട്. 5 ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞു സൈസിലുള്ളതാണ്, ഭയങ്കര വലുതല്ല, ചെറിയ ഇതാണ്. ഇത് ഞാൻ നേരെ പറഞ്ഞു എല്ലാം ലക്ഷൂറിയസ് ആണ്. പക്ഷെ ഒരു കാര്യം വെച്ചിട്ടുണ്ട്, ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങിന്റെ വില മാത്രമാണ്. ബാക്കി ഏത് രീതിയിലുള്ള ഒരു സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇതാണ്. നമ്മൾ എണ്ണയ്ക്ക് പകരം നെയ്യാണ് ഉപയോഗിച്ചത്, നെയ്യ് വില കൂടുതലാണ്.
പിന്നെ മൈക്രോവേവില് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ അഞ്ച് ചെറിയ ഉരുളക്കിഴങ്ങ് വെച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഞങ്ങള് എത്ര ബാച്ച് ആയിട്ടാണ് നമ്മളിത് വറുത്തെടുത്തത്? 4 വട്ടമായിട്ടാണ് വറുത്തത്. 4 വട്ടം 5 മിനിറ്റ് 6 മിനിറ്റ് വെച്ച് ഈ 1000 വാട്ട്സിന്റെ സാധനം കത്തിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ കറണ്ട് ചെലവും ഭയങ്കര നഷ്ടപ്പെടുത്തിയപ്പോ. പക്ഷെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരീക്ഷണാർത്ഥം നമ്മൾ ചെയ്തതാണ് ഇത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ ഹെൽത്തിയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അതാണ് ഈ ഹെൽത്തി സാധനത്തിന് നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മാസത്തെ കരണ്ടിൽ കാണാം. ശരീരം നന്നായി നോക്കുമ്പോൾ ബാക്കിയുള്ളതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരികയാണ്. അപ്പൊ ഇത് ആരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണമെന്ന് പറയില്ല. ഇതേപോലെ എണ്ണയിൽ വറുത്ത് ഈ പരിപാടി ചെയ്താൽ നിന്ന് കഴിഞ്ഞാൽ നമ്മള് എന്തിനാണ് നമ്മുടെ അനുഭവം ഷെയർ ചെയ്യുന്നത് മാത്രം അല്ലേ നമ്മൾ ചെയ്തതിന്റെ. അത് എനിക്ക് തോന്നുന്നത് ഈ തട്ടുതട്ടായിട്ടുള്ള ഓവനുകളാണെങ്കിൽ തട്ടുതട്ടായി വെക്കാൻ മതി. ചിലപ്പോൾ വളരെ സാധനങ്ങൾ ഒരുപ്പിച്ചിട്ട് നമ്മുടെ ഈ കുഞ്ഞു ഓവനായതുകൊണ്ട് ഇതെല്ലാരും വിചാരിക്കും സാധാരണ നമ്മുടെ ലേസിന്റെ ഒക്കെ രുചിയാണ്. അവിടെയാണ് എല്ലാവർക്കും തെറ്റുന്നത്. ഇത് നെയ്യിലിട്ട് വറുത്തത് കൊണ്ട് അല്ലേ അമ്മ? ഇത് വേറെ ടേസ്റ്റ് അല്ലേ? അമ്മയ്ക്ക് സാധാരണ ലേസ് അങ്ങനത്തെ ഒരു വറുത്ത ടേസ്റ്റ് ആണ് കിട്ടുന്നത്. ലേസൊക്കെ എന്ന് പറയുമ്പോൾ ഉണ്ടാക്കുന്ന മറ്റേ മെഷീനിൽ ഈ കൺവെയർ ബെൽറ്റ് ഇങ്ങനെ വെള്ള എണ്ണയിലൊക്കെ ഇറങ്ങിപ്പോയി ഒരിച്ചിങ്ങനെ കയറി വരിക ചെയ്യുക. അല്ല നമ്മൾ സാധാരണ വറുത്താൽ ഏതാണ്ട് ലേസിന്റെ അതേപോലത്തെ ടേസ്റ്റാണ് കിട്ടുക പൊതുവെ. ഏതാണ്ട് അതേപോലത്തെ എണ്ണയിലിട്ട് വറക്കുമ്പോൾ അങ്ങനത്തെ ടേസ്റ്റാ വരിക. പക്ഷെ ഇതിന് അങ്ങനത്തെ ഒരു ടേസ്റ്റ് അതാണ് എണ്ണയിലിട്ട് വറക്കുന്നത്. നമ്മൾ എണ്ണയിൽ ഇട്ടില്ലല്ലോ. അതാ പറഞ്ഞേ. ഇത് കാണുമ്പോ അങ്ങനത്തെ ഒരു സാധനം. പക്ഷെ അതല്ല ചിലത് വെന്തിട്ടുമില്ല, അതായത് വറുത്തിട്ടുമില്ല വെന്തിട്ടുമില്ല. അത് അവസാനം ഉണ്ടാക്കിയത് കുറച്ച് എണ്ണ കൂടുതൽ അടിച്ചു. അപ്പൊ എന്താ പറ്റിയത്? പെട്ടെന്ന് പിന്നെ ഇട്ട് രണ്ടാമത് വെച്ച് സാധനം കുറച്ച് കൂടുതൽ എടുത്തു. മേലെ ആയിട്ടൊക്കെ കിട്ടും. അത് പറ്റിപ്പോയി. ഇപ്പൊ മേലെ ഉണ്ടാക്കുന്നവര് മേലെ ഇടരുത്. അല്ലെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഒരു ഉരുളക്കിഴങ്ങ് നല്ല അത്യാവശ്യം വലിയ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ചെത്തി ആക്കുമ്പോൾ ഒറ്റ റൗണ്ടിൽ നല്ല ഒരാൾക്ക് ഒരു നേരത്തെ ഒരു രസത്തിന് കഴിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഓരോ ഉരുളക്കിഴങ്ങിന്റെ ഇത് ഓരോ പ്രാവശ്യം ചെയ്താൽ മതി. അങ്ങനല്ല, കുറെ വട്ടം ചെയ്യുന്നേരം കൊണ്ട് വൈകുന്നേരം ഒരു ഉരുളക്കിഴങ്ങിനെ തിന്നാം. അല്ലെങ്കിൽ എനിക്കൊന്ന് ചിലപ്പോൾ മറ്റേ ട്രേ പോലത്തെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ പറ്റും. പക്ഷെ ഇത് എങ്ങനെ നോക്കിയാലും നമുക്ക് ഒരു പരീക്ഷണാർത്ഥം ചെയ്തു നോക്കാന്നല്ലാണ്ട് നമുക്കൊരു വീട്ടിൽ പോയി പെട്ടെന്ന് ഉണ്ടാക്കാനാണെങ്കിൽ ഇത് നഷ്ടമാണ്. ഒരു 2 സ്പൂൺ എണ്ണ അടിച്ചിട്ട് സാധാരണ നോൺ സ്റ്റിക് പാനിൽ വറുത്തെടുക്കാണ് ഏറ്റവും എളുപ്പമുള്ളത്. അതെ, ഇത് കുറെ സമയം എടുത്തമ്മേ. 5 മിനിറ്റ് വെച്ചിട്ട് 4 വറ്റം ആയി എന്ന് പറയുമ്പോൾ തന്നെ 20 മിനിറ്റ് ആയി. അതിന്റെ ഇടയിൽ കുറെ നിർത്തലും എല്ലാം ചെയ്തെല്ലാം കൂടി ആയിട്ട് കുറെ സമയമായി തുടങ്ങിയിട്ട്. എപ്പോ തുടങ്ങി? ഞാൻ വിളിക്കുമ്പോ പരിപാടി അമ്മ വിളിച്ചപ്പോ അതാ ഞാൻ കയറി വന്നപ്പോ ഒരു നല്ല മണം ഉണ്ടായിരുന്നല്ലേ. നല്ല മണമൊക്കെയാണ്. വെറുതെ പരീക്ഷിച്ചു നോക്കാം എല്ലാവർക്കും. വെറുതെ ഇരിക്കുമ്പോ വീട്ടിലിരിക്കുമ്പോ ഒരു വെറൈറ്റി വിഭവം കഴിക്കും. സത്യം പറഞ്ഞാൽ നമ്മള് ചുമ്മാ ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റുന്ന യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോ 1-2 വീഡിയോ കണ്ടു. അവരെല്ലാം ചെയ്തത് ഓവനിലാണ്. പക്ഷെ എണ്ണ തേച്ച് അങ്ങനെയാണ് ചെയ്തത്. എണ്ണ ഇങ്ങനെ തേച്ച് ബ്രഷ് ചെയ്യും. എന്നിട്ട് എന്തിനാ വെക്കുന്നത്? തന്നെ. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ അത്രയും പോലും എണ്ണ യൂസ് ചെയ്തില്ല. അവര് നല്ലോണം ബ്രഷ് ചെയ്ത് നല്ല ഇതായിട്ടാണ് തേച്ച് ഗ്രീസ് ചെയ്തിട്ടല്ലേ ചെയ്യുന്നത്. ബട്ടർ പേപ്പർ ഒക്കെ വെച്ച് നമ്മുടെ ബട്ടർ പേപ്പർ വെക്കണം. പ്ലേറ്റിന്റെ വേണമെങ്കിൽ വെച്ചാൽ മതി. നമ്മൾ മറ്റേ ആ കറങ്ങുന്ന പ്ലേറ്റിൽ തന്നെയല്ലേ വെച്ചേ. അതിന്റെ ഉള്ളിൽ ബട്ടർ പേപ്പർ വെക്കണം. വെച്ച് കഴിഞ്ഞാൽ ആ പ്ലേറ്റിൽ എണ്ണ ആവൂല. പാക്കറ്റിൽ കിട്ടുന്ന ചിപ്സുകളുണ്ട്, വീട്ടിലുണ്ടാക്കുന്ന ചിപ്സുകളുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും ഇഷ്ടമുള്ള വല്ല ചിപ്സും ഉണ്ടോ? എനിക്ക് ഏത്തക്ക കൊണ്ടുണ്ടാകുന്ന ചിപ്സ് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, ഞാൻ ഈ ഇതിന്റെ കിഴങ്ങിന്റെ കാര്യമാണ് പറഞ്ഞത്. അന്ന് നമുക്ക് എല്ലാ ചിപ്സും ആക്കാം. അങ്ങനെയാണെങ്കിൽ അപ്പൊ ചക്കയൊക്കെ പെടും. അങ്ങനെ നോക്കി ഇതിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ചക്കയും കപ്പയൊക്കെ എന്തൊരു ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടമുള്ള എന്താണ്? എനിക്ക് എല്ലാ ചിപ്സും ഇഷ്ടമാണ്. കരിമുരു എന്നുള്ള എല്ലാ സംഭവം അങ്ങനെയുള്ള അല്ലാണ്ട് പ്രത്യേകിച്ച് ഇതിന് ടേസ്റ്റിന്റെ ഇതിലൊന്നുമില്ല. പൊന്നന കപ്പവർത്താണ് കുറച്ചും കൂടെ ഈ ചക്കവർത്തൊക്കെ ഇഷ്ടം. അപ്പോഴും അതിന് വലിപ്പം കൂടുതലാണ്. ബത്തേരി ചക്കവർത്തു അതിനെക്കാളിലൊക്കെ ഇഷ്ടമാണ്. പഴുത്ത ഏത്തപ്പഴത്തിന്റെ ഇതിനെക്കാളിലൊക്കെ കുറച്ച് കഴിക്കുമ്പോ ഒരു മടുപ്പ് തോന്നും. ഒരു ചക്കപ്പുറത്ത് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കാൻ മധുരമുള്ള ചിപ്സ് കഴിച്ചിരിക്കുമ്പോ നാവിനൊരു ഇപ്പൊ അധികം കഴിക്കാറില്ല. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. നിങ്ങളിനി പരിശ്രമം നടത്തിയല്ലോ. ഞങ്ങളല്ല, വീണ്ടും ഞാൻ പറയുന്നത് പൊന്നനാണ്. പൊന്നൂന് അഭിനന്ദനങ്ങൾ അമ്മയുടെ ആളാ.
ഇനി ഇതുപോലെ നല്ല നല്ല ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കിയപ്പോ ഇങ്ങനെ ആലോചിച്ചായിരുന്നു അമ്മ വരുമ്പോ പറയാം അമ്മയ്ക്ക് ഇനി വരുമ്പോഴേ എന്തേലും ഉണ്ടാക്കി കിട്ടും. എനിക്ക് എന്ത് സന്തോഷം എന്നറിയാം. ഞാൻ പണ്ട് മുതലുള്ള ഒന്നരാടം ഞാൻ അമ്മയ്ക്ക് ഇനിയിപ്പോ നമുക്ക് എന്താണ് പരീക്ഷിക്കുക? ഇതേപോലെ എന്തേലൊക്കെ വ്യത്യസ്തമായിട്ട് കാണുമ്പോൾ വ്യത്യസ്തമായത് പരീക്ഷിക്കാം. വ്യത്യസ്തമായതല്ല, നമ്മൾ സ്ഥിരം കാണുന്ന സാധനത്തെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും. എല്ലാം ഉണ്ടാക്കുക, ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കുക, അതാണ് വ്യത്യസ്ത. പക്ഷെ ഇതൊക്കെ എപ്പോഴും കഴിക്കാൻ നല്ല മഴയത്തല്ലേ, മഴ എന്തുണ്ടാക്കുന്നത്? പക്ഷേ ഇതെല്ലാം ചൂടുള്ള സാധനം. അപ്പൊ തണുത്ത ഒരു കാലാവസ്ഥ വരുമ്പോ ഈ ചൂടുള്ള സാധനം ശരീരത്തിൽ പോകുമ്പോ ശരീരത്തിന് തന്നെ ഒരു സംതൃപ്തി ആയിരിക്കും ഈ ചൂട് കിട്ടുമ്പോ. അതാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു വരണ്ട ചൂട് ചെറിയ ഇതൊക്കെ ഇട്ട് ഇപ്പത്തെ എനിക്ക് ഇപ്പൊ തന്നെ ചൂട് എടുക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് തോന്നിയല്ലേ, ഞാൻ ശരിക്കും തോന്നുന്നു മഴക്കാറുള്ളത് കൊണ്ട് അങ്ങനെ ചൂട് വരുന്നത്. ഈ മഴ മൂടി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് സുഖം. എന്താണേലും എണ്ണയില്ല. നമ്മൾ ഇത്രയും കാലം എന്റെ അഭിപ്രായം പറയാം. അതായത് ഞാൻ ഇത്രയും കാലം കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര സാധാരണ കപ്പ ചിപ്സുകൾക്കും ഒരേ ടേസ്റ്റാണ്. അതിന്റെ ഉള്ളിലത്തെ മറ്റേ പൊടികളുടെ കൂട്ട് മാറ്റി എല്ലാം അവസാനം വരുമ്പോൾ ഒരേ ടേസ്റ്റ് തന്നെ വരിക. പക്ഷെ ഇതിനാണ് ഞാൻ ആദ്യമായിട്ട് കഴിച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. ലക്ഷൂറിയസ് ആക്കിയതാണ് പറഞ്ഞത്. പക്ഷേ ഇതാണ് രാജാവിന്റെ ചിപ്സ്, ഞാൻ പേരിട്ടു രാജാവിന്റെ പൊട്ടറ്റോ ചിപ്സ്, കിങ്സ് പൊട്ടറ്റോ ചിപ്സാ. പിന്നെ ഇപ്പൊ എല്ലാവരും രാജാക്കന്മാരല്ലേ ഇടും. ഇതാണ് പേര് കേട്ടോ, സാധനത്തിന്റെ പേര് കിങ്സ് പൊട്ടറ്റോ ചിപ്സ്. എല്ലാ ദിവസവും വരുമ്പോ ഈ ഒരു വർഷം മുഴുവൻ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി വെക്കാനുള്ള എല്ലാ ദിവസവും നടക്കില്ല. നമ്മ ഹാപ്പിയായി. ഒന്നരാടം അല്ലേ. അപ്പൊ അടുത്തെന്താ? അടുത്ത് തീരുമാനിച്ചില്ല, എന്തെങ്കിലും തോന്നുമ്പോൾ ചെയ്യുന്നതായിരിക്കും. അടുത്ത് എന്തെങ്കിലും കണ്ടുപിടിച്ചോണ്ട് വരൂല്ലേ? എന്തേലും എവിടെയെങ്കിലും തടയും. ഒന്നുമില്ലെങ്കിൽ യൂട്യൂബിൽ തടയും. ലോകത്ത് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടല്ലോ, ആൾക്കാർ എന്തേലും ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി ഇതേപോലത്തെ മറ്റൊരു വിഭവമായിട്ട് ചിലപ്പോൾ വൈകുന്നേരത്തെ ചായയും കടിയുമായിരിക്കും, അല്ലെങ്കിൽ അമ്മയുടെ വല്ല സ്പെഷ്യൽ വലിയ ഹെവി വിഭവമായിരിക്കും. എന്താണേലും അടുത്ത വട്ടം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.